കാസർഗോഡ് സ്ഥലം മാറ്റത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആശാലതയുടെ ശബ്ദ സന്ദേശം പുറത്തു. ഓഫീസിൽ പ്രശ്നങ്ങളുണ്ടെന്നും വലിയ മാനസിക വിഷമത്തിലാണെന്നും ആശാലതയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ജൂലൈ 18-ന് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഞാൻ അഭിപ്രായം പറയാനൊന്നുമല്ല, പിന്നെ നിങ്ങൾ തീരുമാനിക്കുകയും എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രശ്നത്തിലാണെന്നുള്ളത്, കുറച്ച് ടെൻഷനെല്ലാം ഉണ്ട്, ഓഫീസിലത്തെ കാര്യവും വീട്ടിലത്തെ കാര്യവും എല്ലാം ആയിട്ട്. അതുകൊണ്ട് എനിക്കെന്തോ അതിൽ ചർച്ച ചെയ്യാനുള്ള അത്ര മൂഡ് വന്നിട്ട് അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ ആയിക്കോട്ടെ, നാളെ സൺഡേ അല്ലേ, നാളെ നോക്കാം. എനിക്ക് നല്ലോണം കഴിയുന്നില്ല മനസ്സിനും ശരീരത്തിനും, അതുകൊണ്ടാണ് ഞാനൊന്നിനും കൂടാത്തത്. പിന്നെ രാത്രി വന്നിട്ട് രാത്രിത്തെ പണിയെ ഇന്നോ വീട്ടിലത്തെ പണിയും ഹോംവർക്ക് ചെയ്യിപ്പിക്കൽ അത് ഇതുമായിട്ട് അറിയാലോ, വീട്ടിലത്തെ പണി എത്ര ഉണ്ടെന്ന്. അതിൻ്റെ അങ്ങനെ ഉറങ്ങാനായി. അങ്ങനെ കുറച്ച് എൻ്റെ പണിയെടുക്കും, അതുകൊണ്ടാണ്. പിന്നെ ഒന്നും വിചാരിക്കണ്ട, ഓക്കെ. ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും. ഇതുവരെ ഉണ്ടായ പോലെ തന്നെ ഇനിയും ഉണ്ടാവും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട് കാസർഗോഡ്. സിജു കണ്ണൻ, ആശാലതയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഭർത്താവും പറഞ്ഞിരുന്നു, നേരത്തെ ഭർത്താവിനോട് തന്നെ വിവരങ്ങൾ പറഞ്ഞിരുന്നു. വല്ലാത്ത മാനസിക ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ. സിജു, ആശാലതയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് വരുന്നത്. സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അതിനിടയിലാണ് ആശാലതയുടെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. ഈ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വരുന്നത്. കസിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്കിടെ ആശാലത അത്ര സജീവമായി ഇടപെടാത്തത് കാരണം കുടുംബാംഗങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം ആ ഗ്രൂപ്പിലേക്ക് അയച്ചത്. ഓഫീസിൽ നിന്നടക്കം കടുത്ത മാനസിക സമ്മർദ്ദം, ജോലിയുമായി ബന്ധപ്പെട്ടും ഒറ്റപ്പെടലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ശബ്ദ സന്ദേശത്തിൽ ആശാലത സംസാരിക്കുന്നത്. കുടുംബാംഗങ്ങൾ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 2 ആഴ്ചകൾക്ക് മുമ്പ് സംസാരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടും ഓഫീസിൽ ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ടും നേരിടുന്നുവെന്ന് ആശാലത പറഞ്ഞിരുന്നതായി ഭർത്താവ് അജയൻ പറഞ്ഞു. പ്രവാസിയാണ് അജയൻ. ഈ ആശാലത വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായ സമയത്താണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വളരെ സജീവമായി ഇടപെടുന്നയാളാണ്. അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരുമായി വളരെ സജീവമായി ഇടപെടുകയും സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ആശാലത ഒരിക്കലും ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിന് പിന്നിലെ ദുരൂഹതകൾ നീക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സിജു. ശരി, സിജു കണ്ണനാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.